ക്രിസ്തുവിൽ പ്രിയരെ, വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള നല്ല ഗുരുവിനെയും നല്ല വൃക്ഷത്തെയും പ്രതിപാദിക്കുന്ന വചനഭാഗമാണ്. യേശുവിൻ്റെ സമതല പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഈ വചനഭാഗം. 2 പ്രധാന ആശയങ്ങൾ ഇവിടെ കാണാം. ഒന്നാമതായി നല്ല ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നതും, രണ്ടാമതായി നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കണം എന്നതും. ക്രിസ്തു ശിഷ്യർ നല്ല ഗുരുവിനെ തിരഞ്ഞെടുക്കണം. ശിഷ്യരുടെ നല്ല ഗുരു യേശു തന്നെയാണ്. ലൂക്കാ 18:18 ധനവാനായ യുവാവ് യേശുവിനോട് ചോദിക്കുന്നു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുവിനെ നല്ലവനായ ഗുരുവായി അവൻ ആദരിച്ചിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. യേശു തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൂക്കാ 23:34 പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. വിശുദ്ധ സ്തേഫാനോസ് യേശുവാകുന്ന ഗുരുവിൻ്റെ മാതൃക അനുകരിക്കുന്നതായി അപ്പോസ്തല പ്രവർത്തനം 7:60 നാം കാണുന്നു. ശത്രുക്കളോട് പ്രതികാരം ചെയ്യണമെന്ന് ഉപദേശിച്ചിരുന്ന കുരുടന്മാരായ ഉപദേശകരുടെ വാക്ക് കേട്ടാൽ ശിഷ്യർ കുഴിയിൽ വീഴും. യേശു പഠിപ്പിക്കുന്നത് ശിഷ്യർ അനുസരിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ യേശുവിനെ അനുഗമിക്കുകയും വേണം. മറ്റുള്ളവരുടെ ജീവിതം പരിശോധിക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവിതം പരിശോധിച്ച് അതിലെ കുറവുകൾ നികത്തുവാൻ സാധിക്കണം. അലക്സാണ്ട്രിയയിലെ മഹാനായ വിശുദ്ധ സിറിൽ ഈ വചനഭാഗത്തിന് നൽകുന്ന വ്യാഖ്യാനം ഏറെ ശ്രദ്ധേയമാണ്. അനുഗ്രഹീതരായ ശിഷ്യന്മാർ ലോകത്തിൻ്റെ പ്രബോധകരും നായകരാകാൻ തയ്യാറെടുക്കുന്നവരുമായിരുന്നു. അതിനാൽ ഭക്തി ആവശ്യപ്പെടുന്നതെല്ലാം അവർ സ്വായത്തമാക്കിയിരുന്നു. സുവിശേഷാധിഷ്ഠിത ജീവിതശൈലിയുടെ പാത അവർ അറിഞ്ഞിരിക്കണം. സകല സൽപ്രവൃത്തികളും ചെയ്യാൻ തയ്യാറുള്ള ജോലിക്കാരുമായിരിക്കണം. ആദ്യം കാഴ്ച ലഭിച്ചവരും മനസ്സ് ദൈവിക പ്രകാശത്താൽ പ്രശോഭിക്കുന്നവരും എന്ന നിലയിൽ അവർ ഇത് ചെയ്യണം. അല്ലെങ്കിൽ അവർ അന്ധരെ നയിക്കുന്ന അന്ധരായ നേതാക്കളായിരിക്കും. അജ്ഞതയുടെ അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെടുന്നവർക്ക് അതേ രീതിയിൽ തന്നെ ക്ലേശം അനുഭവിക്കുന്നവരെ സത്യത്തിൻ്റെ നിറവിലേക്ക് നയിക്കാനാവില്ല. അതിനാൽ അതിനവർ ശ്രമിച്ചാൽ അശ്രദ്ധയുടെ കുഴിയിലേക്ക് ഇരുകൂട്ടരും വീണുപോകും. ആത്മപ്രശംസയുടെ വികാരത്തെ അവിടുന്ന് കീഴ്പ്പെടുത്തേണ്ടതിന് യേശു ഇപ്രകാരം പറഞ്ഞു, ശിഷ്യർ ഗുരുവിനേക്കാൾ വലിയവനല്ല. തങ്ങളുടെ ഗുരുക്കന്മാരുടേതിനോട് കിടപിടിക്കുന്ന സുഹൃതവും ജ്ഞാനവും നേടിക്കഴിഞ്ഞാലും തങ്ങളുടെ ഗുരുക്കന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായ തലത്തിൽ വ്യാപരിക്കാൻ അവർക്കാവില്ല. അവർ ഗുരുക്കന്മാരെ അനുകരിക്കുന്നവർ മാത്രമായിരിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11:11 പറഞ്ഞിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ എന്നാണ്. ക്രിസ്തുവാണ് യഥാർത്ഥ ഗുരു. ക്രിസ്തുവിനെയാണ് നാം അനുഗമിക്കേണ്ടത്, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അനുകരിച്ചതുപോലെ. യേശു തുടർന്ന് സ്വന്തം കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ ആവശ്യപ്പെടുന്നു. വിശുദ്ധ സിറിൽ തുടരുന്നു, വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. മറ്റുള്ളവരെ വിധിക്കാനുള്ള നമ്മുടെ പ്രവണത ഒഴിവാക്കാൻ അവിടുന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നിന്റെ ഗൗരവമായ കുറ്റങ്ങളിൽ നിന്ന്, നിഷേധ വികാരങ്ങളിൽ നിന്നും നിന്നെ തന്നെ മോചിപ്പിക്കുക. അപ്പോൾ നിസ്സാര തിന്മകൾക്ക് അടിപ്പെട്ടവരെ നേർവഴിക്ക് നയിക്കുവാൻ നിനക്കാകും എന്നാണ് വിശുദ്ധ സിറിൽ ഉപദേശിക്കുന്നത്. ശിഷ്യർ നല്ല ഫലം പുറപ്പെടുവിക്കണം. ശിഷ്യർ തങ്ങളുടെ നന്മ പ്രകടിപ്പിക്കണം. നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ മക്കളുടെ സ്വഭാവം ശിഷ്യരിൽ നിന്ന് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് ശത്രുക്കൾക്ക് കാണാൻ കഴിയണം. ഇക്കാര്യം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്നും ഹൃദയത്തിലുള്ളത് പുറത്തു കാട്ടുന്നു എന്നുമുള്ള ഉദാഹരണത്തിൽ യേശു വിശദമാക്കുന്നു. മനുഷ്യൻ്റെ പ്രവൃത്തികളോട് ഫലങ്ങളെ ഉപമിക്കുന്ന പ്രവാചക ശൈലിയാണ് യേശു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചന പുസ്തകം 3:10 പറഞ്ഞിരിക്കുന്നു, നീതിമാന്മാരോട് പറയുക, നിങ്ങൾക്ക് നന്മ വരും, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. ജെറമ്യായുടെ പുസ്തകം 17:10 പറഞ്ഞിരിക്കുന്നു, കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും.
ഈ പ്രവാചക ശൈലിയാണ് യേശു ഇവിടെ ഉപയോഗിച്ചിരിക്കുക. നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുമെന്ന് ഈ പ്രവാചക വചസ്സുകൾ വ്യക്തമാക്കുന്നു. വൃക്ഷം മനുഷ്യ വ്യക്തിക്കും അല്ലെങ്കിൽ ശിഷ്യർക്കും ഫലം ഹൃദയത്തിനും അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിധ്വനിക്കുന്നു. ക്രിസ്തു ശിഷ്യരെ നയിക്കേണ്ടത് സ്നേഹവും സ്നേഹത്തിൻ്റെ പ്രവൃത്തികളുമായിരിക്കണം. അപ്പോസ്തലിക പിതാവായ ഒരിജിൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. നല്ല വൃക്ഷം പരിശുദ്ധാത്മാവാണ്, ചീത്ത വൃക്ഷം പിശാചും അവൻ്റെ കിങ്കരന്മാരും. പരിശുദ്ധാത്മാവുള്ള വ്യക്തി ആത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. എന്നാൽ അരൂപിക്കെതിരെ നിൽക്കുന്നവൻ മുൾച്ചെടികളും ഞെരിഞ്ഞിലുകളും, അതായത് അപമാനത്തിൻ്റെ വികാരം മുളപ്പിക്കുന്നവരുമാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ ക്രിസ്തു ശിഷ്യന് എന്നും പുറപ്പെടുവിക്കുവാൻ കഴിയണം. മഹാനായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ പറഞ്ഞിരിക്കുന്നു: നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്നെന്ന പോലെ ഹൃദയത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. വ്യത്യസ്ത മനോഭാവമുള്ളവൻ, വഞ്ചനയ്ക്കും ദുഷ്ടതയ്ക്കും ഇരയായ മനസ്സുള്ളവൻ ഉള്ളിൻ്റെ ഉള്ളിൽ മൂടിവച്ചത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. മനസ്സിലും ഹൃദയത്തിലുമുള്ള കാര്യങ്ങൾ അവൻ്റെ വാക്കുകളിലൂടെ തിളച്ചു മറിയുന്നു. പുണ്യചരിതനായ വ്യക്തി തൻ്റെ സ്വഭാവത്തിന് യോഗ്യമായ രീതിയിലാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എന്നാൽ വിലകെട്ടവനും ദുഷ്ടനുമായവൻ തൻ്റെ രഹസ്യമായ അശുദ്ധി പുറത്തേക്ക് കൊണ്ടുവരുന്നു, തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും. ഹൃദയത്തെ നന്മയാൽ, വിശുദ്ധിയാൽ, സ്നേഹത്താൽ നിറയ്ക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വചസ്സുകളും നന്മയുടെ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ മനുഷ്യ വ്യക്തികളെ വൃക്ഷങ്ങളായും അവരുടെ പ്രവൃത്തികളുടെ ഫലങ്ങളായും ചിത്രീകരിക്കുന്നു. ഹൃദയത്തിൻ്റെ നന്മയാണ് നല്ല ഫലം പുറപ്പെടുവിക്കുവാനും എന്നും സഹായിക്കുന്നത്. ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് യേശുവാകുന്ന ഗുരുവിൻ്റെ പാത പിൻചെല്ലുവാനും നല്ല ഫലങ്ങൾ, സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.